ഹല്ലേലൂയ. അരുണാചൽ പ്രദേശിലെ ഞാൻ പണിതുകൊണ്ടിരുന്ന ദേവാലയത്തിൻ്റെ പണി ഏകദേശം പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇവിടുത്തെ കാലാവസ്ഥ ഇച്ചിരി മോശമാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് പണിക്ക് തടസ്സമാകുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങളെല്ലാം വളരെ ഉത്സാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ കൂടെ എപ്പോഴും ഇവർ ജോലിക്കായിട്ട് കടന്നു വരുന്നുണ്ട്. വിദേശത്തുള്ള ദേവാലയത്തിൻ്റെ നിർമ്മാണവും അതുപോലെ ഇവിടെയുള്ള ഭവന സന്ദർശനവും ഇവിടുത്തെ ശുശ്രൂഷകളുമായിട്ടൊക്കെ കർത്താവിൻ്റെ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് കടന്നു പോകുന്നു. ഏകദേശം ഒരു 5 മാസത്തോളമായിട്ട് ഇവിടെ ഈ ദേവാലയത്തിൻ്റെ ജോലിയിലാണ്. ഇവിടെ ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മുഴുവനും കരിങ്കല്ല് കൊണ്ടാണ് പണിയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും താമസം വരുന്നത്. കരിങ്കല്ല് കൊണ്ട് പണിത് അതിൻ്റെ അകത്ത് ഫില്ലർ കൊടുത്ത് ബീമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പുറത്ത് കാണില്ലാത്ത രീതിയിലാണ്. മൊത്തം പുറത്തുനിന്ന് നോക്കിയാൽ കരിങ്കല്ല് മാത്രമേ കാണുകയുള്ളൂ. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ താമസമാണ്, വളരെ സ്ലോവിലാണ് ജോലി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആളുകളൊക്കെ സ്നേഹത്തോടുകൂടി ഇവിടുത്തെ ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി വളരെ സന്തോഷത്തിലാണ്. എപ്പോഴും എന്നോട് വന്ന് ചോദിക്കും, എന്നാണ് ഇത് തീരുന്നത്, എന്നാണ് വെഞ്ചരിക്കാൻ പറ്റുന്നത്, എന്നാണ് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും. ഇവരൊക്കെ വളരെ ഉത്സാഹത്തിലാണ്. ഇവിടെ ഈ കല്ല് മുഴുവനും ഇവർ ഈ കാട്ടിൽ നിന്നും എടുത്തുകൊണ്ട് വന്നതാണ്. കാട്ടിൽ നിന്ന് ഇവർ ഉരുട്ടിക്കൊണ്ട് വന്ന് തലയിൽ ചുമടായിട്ട് കൊണ്ടുവന്ന് ഇവിടെ നിർമ്മാണത്തിലുള്ള എല്ലാ സാധനങ്ങളും സിമെൻറ്റും കമ്പിയും ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ കല്ലും മണലും എല്ലാം ഇത് 2 സൈസ് കല്ലും കൊണ്ടാണ് ഇത് പണിയുന്നത്. ഫ്രണ്ട് ഭാഗം മൊത്തം ഈ നദിയിൽ നിന്ന് കിട്ടുന്ന ഉരുളൻ കല്ലാണ് പണിയുന്നത്. ബാക്കി ഭാഗങ്ങൾ മൊത്തം കാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന സാധാരണ കരിങ്കല്ല് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ കരിങ്കല്ലല്ല, ഇവിടെ അത്രയും കടുപ്പമുള്ള കല്ലല്ല. ചെറുതരം കല്ലുകളാണ്, ഒത്തിരി വലുതരം കല്ലുകളല്ല. ഈ കല്ലുകൾ കൊണ്ടാണ് ഇവരെ പണിയുന്നത്. കൃഷിക്ക് പോകാത്ത സമയത്തൊക്കെ ഇവരെല്ലാവരും കൂടി ഇവിടെ വരും. ഇവിടെ പാസ്റ്റർ പറയും, വാട്സാപ്പിൽ മെസ്സേജ് വിടും, എല്ലാവരും ഒന്ന് ജോലിക്ക് വരണമെന്ന്. ഇപ്പോൾ എന്തെങ്കിലും ജോലിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവരെ വിളിച്ചു വരുത്തും. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് വരും. ഇവർ കാട്ടിൽ പോയിട്ട് കല്ല് കൊണ്ടുവന്ന് വരും. അതുപോലെ നദിയിൽ നിന്നും കല്ല് കൊണ്ടുവന്ന് വരും. ഇതിന് ആവശ്യമുള്ള മിറ്റിലെല്ലാം ഇവർ തല്ലിപ്പൊട്ടിക്കുകയാണ്. കൈകൊണ്ട് തന്നെ തല്ലിപ്പൊട്ടിച്ച് ഇവർ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചാണ് വരുന്നത്. ഒന്നിച്ച് വന്ന് ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കും, കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുവരും. അങ്ങനെ ഇവർ ഞങ്ങളോട് ഇവിടെ പ്രാർത്ഥനയും പാട്ടൊക്കെ ആയിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഏക മനസ്സോടുകൂടി ഇവർ പ്രയത്നിക്കുകയാണ്.
ഈ ദേശത്ത് ഒരു ദേവാലയം വരണമെന്ന് വർഷങ്ങളായിട്ട് ഇവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇപ്പോഴാണ് സമയമായിരിക്കുന്നത്. ഈ ഈസ്റ്റർ ആയിരിക്കുന്ന ഈ സമയത്ത്, ഈസ്റ്ററിന് മുമ്പ് തന്നെ ദേവാലയത്തിന് പണി ഏകദേശം തീരുമെങ്കിലും മുഴുവനുമായിട്ട് തീർക്കാൻ പറ്റത്തില്ല. ഒരു ദേവാലയം ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവർ ഞങ്ങൾക്ക് എത്തിച്ചു തരും. ഞങ്ങൾക്ക് എന്താണ് കുറവെന്ന് ഇവരോട് പറഞ്ഞാൽ മതി. ഇവർ അപ്പോൾ തന്നെ എന്ത് സാധനം വേണമെങ്കിലും ഇവർ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ളതൊക്കെ കൊണ്ടുവന്ന് തരും. കാടായത് കാരണം തന്നെ വിറക് ഇഷ്ടം പോലെ കിട്ടും. അവരോട് പറയുമ്പോൾ അവർ വിറകൊക്കെ കൊണ്ടുവന്ന് തരും. ഇവരുടെ വീടുകളിലൊക്കെ ചെല്ലുമ്പോഴേക്കും ഇവർക്ക് ചില സമയത്ത് സങ്കടങ്ങൾ പറയും. മറ്റൊന്നുമല്ല, ഈ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഞാനിവിടുന്ന് പോകുമല്ലോ എന്നോർത്തുള്ള സങ്കടം. കാരണം അത്രമാത്രം ഇവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇവരുടെ ഭവനങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോഴും എപ്പോഴും വിളിക്കും, ഇവരുടെ ഭവനത്തിലേക്ക് വിളിക്കും, ചെന്ന് അവരോട് പ്രാർത്ഥിക്കണം എന്ന് പറയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ എടുത്തു കൊടുക്കും. അങ്ങനെ കർത്താവ് അവരെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ഇവരുടെ ഭവനങ്ങളിലൂടെ ചെല്ലുന്നതുകൊണ്ട് തന്നെ കടന്ന് ചെല്ലുമ്പോൾ തന്നെ ഞാൻ പോകുന്ന കാര്യം പറയുമ്പോൾ തന്നെ ഇവർക്ക് സങ്കടമാണ്. എപ്പോഴും പരാതി പറയും, ഇനി എന്നാ വരണേ, ഇനി ഇവിടുന്ന് പോയാൽ ഇനി തിരിച്ചു വരുമോ എന്നൊക്കെ ചോദിക്കും. കാരണം ഇതിനില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നു എന്ന് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. ഇവർക്ക് ലഭിച്ചിരിക്കുന്ന സ്നേഹവും കരുണയും ആ യേശുവിൻ്റെ സന്ദേശമൊക്കെ ഇവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഇവർക്ക് ആ സന്തോഷം ഇവർ തിരിച്ചും അതിനിരട്ടിയായിട്ട് സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകുമ്പോൾ ഇവർക്ക് സങ്കടമാണ്. തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അവർ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യും. ഹല്ലേലൂയ. ഉള്ള ആവശ്യത്തിനുള്ള തടികളെല്ലാം കാട്ടിൽ നിന്നാണ് വെട്ടിക്കൊണ്ടിരുന്നത്. കാട്ടിൽ നിന്ന് പറഞ്ഞാൽ ഒരുപാട് മല കയറി പോകണം. ഇപ്പോൾ എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്ന് ഇവരുടെ കാട്ടിലേക്ക് ഇവരുടെ കൂടെ പോവുകയാണ് ഇവരുടെ തടികൾ എടുക്കുവാൻ. എന്നോട് കുറേ ചുമന്നുകൊണ്ട് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇവരുടെ കൂടെ പോയിട്ട് കാടുകളൊക്കെ ഒന്ന് കണ്ട് ഇവർ തടി വെട്ടുന്ന സ്ഥലത്തുനിന്നൊക്കെ പോയി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ. चलो ब्रदर भोगने दे कितना जंगल है. കാട്ടിൽ കൂടി പള്ളിയിലേക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നതാ. കുറച്ച് ദൂരമുള്ളതെന്നും പറഞ്ഞാൽ കൊണ്ടുവന്നേ. നല്ല ദൂരമായി. കാട്ടിലെ വാഴയുടെ കൂമ്പാണ്. കാട്ടിൽ നിന്നും വാഴയുടെ കൂമ്പ് വെട്ടിയെടുത്ത് ഇവർ ഉണ്ടാക്കുന്നതാണ്. ജയ ശിവ. बोला थोड़ा दूर है क्या? इधर थोड़ा दूर. हाँ ये किधर से लेके आया? उधर से लेके आए. कौन कटिंग कर दिया? भैया बारिश आ गया. ഹല്ലേലൂയ. പള്ളിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി തടിയൊക്കെ വെട്ടിമുറിച്ചിട്ട് കാട്ടിൽ നിന്ന് ഇവർ തടി മുറിക്കണേ. തടി വെട്ടിമുറിച്ച് ഇവർ കൊണ്ടുപോകണേ. ഞാനിപ്പോൾ തന്നെ മടുത്തു. ഇവർ കുറച്ച് ദൂരമുള്ളൂന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വന്നേ. ഇപ്പം തന്നെ ഏകദേശം 2-3 കിലോമീറ്റർ മലയുടെ മുകളിൽ കൂടി കയറി. ഇവർ സ്വന്തമായിട്ട് തന്നെ കേട്ടോ അധ്വാനിച്ച് ഒരു ദേവാലയം പണിയണമെന്നുള്ള വളരെ ആഗ്രഹത്തോടു കൂടി നമ്മളിവിടെ തീഷ്ണത കാണേണ്ടതാണ്. ഇത്ര ഉത്സാഹത്തോടു കൂടിയാണെന്നറിയാം. ब्रदर कितना पीस बुकेगा बोलो तो. नहीं कुतना नहीं
എന്നോട് എത്ര പീസ് എടുത്തോണ്ട് പോയിരുന്നു ഓർക്കണേ. ഇവർ 3-4 പീസൊക്കെ കൊണ്ടുപോകണേ. ഒരെണ്ണം പോലും എന്നെ കൊണ്ട് നോക്കാൻ പറ്റത്തില്ല. ഞാനിവിടെ തോന്നിറങ്ങി ഞാൻ പെട്ടിയിലൊക്കെ ഉണ്ടാവരും. ഈശോയെ, വലിയ മലയുടെ മണ്ടയിലാ വന്നിരിക്കുന്നത്. പള്ളിയിലേക്കുള്ള സാധനങ്ങൾ തടിയൊക്കെ ഇവർ കാട്ടിൽ വെച്ച് തന്നെ മുറിച്ചിട്ട് ഇവർ ദേവാലയത്തിൽ കൊണ്ടുപോവുക. 3 കിലോമീറ്റർ ഈ സാധനം ചുവന്നുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പ്രത്യേകിച്ച് മല, നിരപ്പായ വഴിയല്ല, മലയാണ്. ഞാനിപ്പോൾ തന്നെ കണ്ടത് നിങ്ങൾക്ക് കഥയ്ക്കുന്നുണ്ട്. ഇതിന് മുകളിൽ കയറാൻ ഞാൻ പകുതി എത്തിയപ്പോഴത്തേക്കും തിരിച്ചു പോകാൻ തുടങ്ങിയതാണ്. പിന്നെ ഇവരുടെ ത്യാഗം കാണുമ്പോൾ ഇവരുടെ കൂടെ ഒന്ന് കയറി പോരാന്ന് തോന്നി. എന്നോട് ഇവർ ചുവന്നുകൊണ്ട് പോകാനാണ് പറയണേ. കുറച്ച് ആൾക്കാരൊക്കെ ചുവന്നുകൊണ്ട് പോയി. ഇവർ ഓരോരുത്തരും ഓരോന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഇത് ചുവന്നുകൊണ്ട് പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ ഇത് ചുവന്നുകൊണ്ട് പോകും. അങ്ങനെയാണ് ഇവരുടെ പരിപാടികൾ. ഭയങ്കര സന്തോഷമാണ് ഇവർക്ക്. ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാകാൻ വേണ്ടിയിട്ട് ഇവർ ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ. നമുക്ക് ഇവരോടൊപ്പം ചേർന്ന് ഇവർക്ക് വേണ്ടി ഇവർക്ക് പ്രാർത്ഥിക്കാം. जीशो कैसा है बेटा? ठीक है। क्या करेंगे फिर? इसको ऐसे बिछाएगा। हाँ?